പോലീസുകാരുടെ തൊഴിൽ ചൂഷണവും അതോടൊപ്പം ജോലി സമ്മർദ്ദവും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഇതേ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പോലും ജീവനൊടുക്കുന്ന സംഭവം. ഇത്തരം ആത്മഹത്യകൾ, അതായത് പോലീസുകാരുടെ ആത്മഹത്യകൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ ഈ പോലീസുകാരുടെ ജോലി സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി പല പദ്ധതികളും ആവിഷ്കരിച്ചു. അതായത് കഴിഞ്ഞ 7 വർഷത്തിനിടെ 100-ലധികം പോലീസുകാരാണ് കേരളത്തിൽ ജീവനൊടുക്കിയത്. ഇതേ തുടർന്നായിരുന്നു DGPയുടെ സർക്കുലർ വന്നത്. പിന്നീട് അതിലേറ്റവും വലിയ സമ്മർദ്ദം, ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നത് CIമാർക്കാണ്, അതായത് SHOമാർക്ക്. ഇപ്പോൾ ഈ CIമാരുടെ ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടിയുള്ള പുതിയ പദ്ധതികളും ആവിഷ്കരിക്കാനുള്ള നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതായത് ഓരോ സ്റ്റേഷൻ്റെയും ചുമതല CIമാരിൽ നിന്നും SIമാരെ ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് ചില പരിഷ്കാരങ്ങൾ ആഭ്യന്തര വകുപ്പ് ആലോചിക്കുന്നുമുണ്ട്. അതിനിടെയാണ് ഒരു CI ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത പുറത്തു വരുന്നത്. തൃശ്ശൂർ മാളയിലാണ് CIയെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാള പോലീസ് സ്റ്റേഷനിലെ SHO R രാജേഷിനാണ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് സംഭവം. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഈ പോലീസുകാരുടെ ആത്മഹത്യ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഇത്രയധികം ജോലി സമ്മർദ്ദമുള്ള ഉദ്യോഗസ്ഥരാണ്, പ്രത്യേകിച്ചും SHOമാർ. അത്രയധികം ജോലി സമ്മർദ്ദവും ജോലി ഭാരവും മറ്റു പ്രശ്നങ്ങളൊക്കെ അവർ നേരിടുന്നുണ്ട്. ഇതിനിടെയാണ് ഇത്തരമൊരു ആത്മഹത്യ ഉണ്ടായിരിക്കുന്നത്. ഈ ജോലി സമ്മർദ്ദം തന്നെയായിരിക്കുമോ ആത്മഹത്യയുടെ കാരണം? അറിയില്ല, ഇത് ജോലി സമ്മർദ്ദമാണോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നത് സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ച് മറ്റൊന്നും തന്നെ അറിയില്ല. അപ്പോൾ ഒരു CI ആത്മഹത്യ ചെയ്തു എന്നത് മാത്രമാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ജോലി സമ്മർദ്ദമാകാം, മറ്റ് കാരണങ്ങളാകാം. എന്താണ് കാരണങ്ങൾ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു ആത്മഹത്യ എന്ന രീതിയിൽ തന്നെയാണ് ഇത് പറയുന്നത്. കാരണങ്ങളുണ്ടാകാം, ഒരുപക്ഷെ ഈ പറഞ്ഞ പോലുള്ള കാരണങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ സാധ്യതകളോ ഉണ്ടാകാം. അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തേണ്ടതുണ്ട്. ഏതെങ്കിലും തുടക്കത്തിൽ അത് വളരെ അപക്വമായത് നമുക്ക് പറയാനും സാധിക്കുകയില്ല. കാരണം ഉത്തരവാദിത്തപ്പെട്ടൊരു ഉദ്യോഗസ്ഥനാണ്. ഇതിൽ പല കാരണങ്ങളും ഉണ്ടാകാം. ഒരുപക്ഷെ മേലുദ്യോഗസ്ഥർക്കോ മറ്റാർക്കെങ്കിലുമോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ഔദ്യോഗിക പ്രതികരണങ്ങളോ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടില്ല. എന്താണെന്നുള്ളത് കുടുംബാംഗങ്ങളും ഇതിൻ്റെ ഒരു വ്യക്തതയിലേക്ക് എത്തിയിട്ടില്ല. അയാൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, മറ്റേതെങ്കിലും രീതിയിലുള്ള കാരണങ്ങളുണ്ടോ എന്നതെല്ലാം തന്നെ അന്വേഷണത്തിലേക്ക് വരികയാണ്. സ്വാഭാവികമായും ഇത് അടുത്തയിടെ ഈ സംഭവങ്ങൾ സമാനമായ രീതിയിൽ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ചിലതെല്ലാം ജോലി സമ്മർദ്ദം എന്ന രീതിയിലെല്ലാം തന്നെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലതെല്ലാം അത് ശരിവയ്ക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുത എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്നത് സംബന്ധിയായ കാരണങ്ങളിലേക്ക് ഒരു വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഒരു ആത്മഹത്യാക്കുറിപ്പോ മറ്റ് കാരണങ്ങളോ ഏതെങ്കിലും രീതിയിൽ സൂചനകളോ ഒന്നും വന്നിട്ടില്ല. അത് സംബന്ധിച്ചുള്ളൊരു അന്വേഷണത്തിലാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇയാളുടെ ഒരു ഫോൺ സംബന്ധിയായ കാര്യങ്ങൾ, ഈ ഉദ്യോഗസ്ഥൻ്റെ ഈ വാട്സപ്പ് സന്ദേശങ്ങളോ മറ്റെന്തെങ്കിലും ഒക്കെയോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് വരികയുമാണ്. ഏതായാലും ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ അത് ആത്മഹത്യയുടെ ഒരു കാരണം അത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് ജോലി സമ്മർദ്ദമാണോ മറ്റേതെങ്കിലും രീതിയിലുള്ള കാരണങ്ങളുണ്ടോ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയിലേക്ക് ഈ ഘട്ടത്തിലെത്തിയിട്ടില്ല. ഒരുപക്ഷെ വൈകാതെ അതിനെക്കുറിച്ചൊരു സ്ഥിരീകരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി സൂചിപ്പിച്ചതുപോലെ എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആത്മഹത്യയുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് വിശദമായി തന്നെ പരിശോധിക്കേണ്ട വിഷയമാണ്. ജോലി സമ്മർദ്ദമാണോ മറ്റേതെങ്കിലും രീതിയിലുള്ള തൊഴിൽ ചൂഷണം മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് വിശദമായ അന്വേഷണം നടത്തുന്നത്. ആത്മഹത്യക്കുറിപ്പ് മറ്റോ അവിടെ ഒന്നും ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വേണം. എന്തായാലും ഏറെ ഗൗരവത്തോടെ കാണേണ്ട വിഷയം തന്നെയാണ്. നമ്മുടെ ഇവിടെ നിയമം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ മാത്രമല്ല, പൊതുവേ നമ്മൾ പറയാറുണ്ട് പോലീസുകാരെന്ന് പറയുമ്പോൾ ഏറെ കരുത്തരാണ് എന്നാണ് നമ്മളൊക്കെ സാധാരണക്കാരായ ജനങ്ങൾ കരുതുന്നത്. പക്ഷെ അവർ അത്രയധികം മാനസിക പ്രശ്നങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ പോലും നേരിടുന്നുണ്ട് എന്നതാണ് ഈ CIയുടെ ആത്മഹത്യയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.